നമസ്കാരം. സ്വാമി ശരണം ശബരിഗിരീശം പരിപാടിയിലേക്ക് വീണ്ടും സ്വാഗതം. തിരുമേനി ഇപ്പോഴും നമ്മളോടൊപ്പം ഉള്ളത് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്നുകൂടെ ഞാൻ പറയാം. തെക്കേടത്തമ്മന വിഷ്ണു നമ്പൂതിരി അവർകളാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ ഇനി പരാമർശിക്കേണ്ട കാര്യമില്ല. അത്രമാത്രം പാണ്ഡിത്യത്തിൻ്റെ നിറകൂടമാണ് തിരുമേനി. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ശബരിമലയ്ക്ക് ഉപരിയായി നമ്മുടെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, അതിനുശേഷം നമ്മുടെ പരദേവത, അതുപോലെ തന്നെ തേവാരമൂർത്തികൾ, അവരെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി അറിയേണ്ടത് ഈ അനുഷ്ഠാനങ്ങളെ കുറിച്ചാണ്, അതുപോലെ തന്നെ ആചാരങ്ങളെ കുറിച്ചും. നമ്മൾ കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളിൽ ഈ തേവാരമൂർത്തികൾ അല്ലെങ്കിൽ നമ്മുടെ പരദേവതയെ കുറിച്ച് സംസാരിച്ച് വന്നു. അതിനുശേഷമാണ് ക്ഷേത്രങ്ങളിലേക്ക് നമ്മൾ പോയത്. ഇപ്പം നിരവധി ക്ഷേത്രങ്ങളിലെ ആചാര്യനാണ് നമ്മുടെ തിരുമേനി. ഇപ്പോൾ തിരുമേനിയുടെ കീഴിൽ ഒരു ക്ഷേത്ര ആചാരം ആരംഭിക്കുന്നത് എവിടെ തൊട്ടാണ്? ക്ഷേത്രത്തിൻ്റെ ആചാരങ്ങൾ ആരംഭിക്കുന്നത് പ്രതിഷ്ഠ മുതലാണല്ലോ. ഒരു പ്രതിഷ്ഠ കഴിഞ്ഞാൽ ആ പ്രതിഷ്ഠാമൂർത്തിയുടെ മുമ്പിൽ വെച്ച് തന്ത്രിയും, അതായത് ആചാര്യനും, അതേപോലെ അതിൻ്റെ നടത്തിപ്പുകാരും ഊരാൺമയും എല്ലാവരും കൂടെ ചേർന്ന് നിന്നൊരു പ്രതിജ്ഞ എടുക്കുകയാണ്. അതെ. കാരണം ദേവൻ ലോകത്തെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ കുടികൊള്ളുന്ന ആ വ്യവസ്ഥിതിയിൽ ഞങ്ങൾ ഇന്ന രീതിയിൽ ആചരിച്ചു കൊള്ളാം, ഇന്ന രീതിയിൽ പരിപാലിച്ചു കൊള്ളാം എന്നൊരു പ്രതിജ്ഞ അത് നിർദ്ദേശിക്കുന്നത് തന്ത്രിയാണ്. തന്ത്രി നിർദ്ദേശിച്ചു കൊടുക്കുന്നതിന് മറ്റുള്ള ഭാരവാഹികൾ അല്ലെങ്കിൽ അതിൻ്റെ ഊരാൺമ അല്ലെങ്കിൽ കമ്മിറ്റി എന്താണോ അവരെല്ലാവരും കൂടെ അതേറ്റ് ഒരു ദേവൻ്റെ മുമ്പിൽ എടുക്കുന്ന ഒരു പ്രതിജ്ഞയാണ് ഇന്ന രീതിയിൽ പാലിക്കപ്പെടണം. അതെ, അത് നിർബന്ധമായും പാലിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. അതിൽ നിന്ന് വ്യതിചലിക്കാൻ ആർക്കും അധികാരമില്ല തന്നെ. ഒരുപക്ഷെ എന്തെങ്കിലും കൂട്ടാനോ കുറയ്ക്കാനോ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ദേവൻ്റെ അല്ലെങ്കിൽ അവിടുത്തെ പരിപാലനത്തിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് പരിപാലിക്കുന്നതിന് എന്തെങ്കിലും സാഹചര്യത്തിൽ മാറ്റം വരുത്തണമെങ്കിൽ പിന്നീട് ഒരു നവീകരണ കലശം വന്നാൽ മാത്രമേ അതിൽ മാറ്റാൻ അധികാരമുള്ളൂ. അതുവരെ ഇത് പരിപാലിച്ചേ മതിയാവും. അതാണ് എൻ്റെ ഒരു വ്യവസ്ഥിതി. അങ്ങനെ പരിപാലിച്ച് ഭംഗിയായി പോരുന്ന ക്ഷേത്രങ്ങളെല്ലാം ഇന്നും ആ വ്യവസ്ഥിതിക്കനുസരിച്ച് പരിപാലിച്ച് പോരാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ അതിൽ നിന്ന് ഇടക്കാലങ്ങളിൽ എന്തെങ്കിലും വ്യതിചലിക്കുകയാണെങ്കിൽ അത് അത്രത്തോളം ആ ക്ഷേത്ര ചൈതന്യത്തിന് ലോപം സംഭവിക്കും എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ അങ്ങത് പറഞ്ഞപ്പോഴാണ് ഈ ആചാരങ്ങളുടെ കൂട്ടത്തിൽ പറയുന്നുണ്ട് ആചാര്യ തപസ്സാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ആചാര്യ തപസ്സാണ് ഏറ്റവും പ്രധാനം. അതിനുശേഷമാണ് ജപം, അതിനുശേഷമാണ് നിധാനമായ പൂജാതി വ്യവസ്ഥകൾ, ഉത്സവങ്ങൾ, അന്നദാനം വരെ ഉള്ള ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളിലാണ് ഒരു ക്ഷേത്ര അഭിവൃദ്ധി എന്ന് പറയുന്നത്. ഇപ്പം അങ്ങ് പ്രതിഷ്ഠയുടെ കാര്യം പറഞ്ഞു. ഇപ്പോൾ പ്രതിഷ്ഠയ്ക്ക് മുമ്പുള്ള കാര്യം എന്തായാലും തന്ത്രിക്കുള്ളതല്ല, അത് മറ്റുള്ളവർക്ക്. പ്രതിഷ്ഠയ്ക്ക് മുമ്പ് തന്ത്രിക്ക് താന്ത്രികമായ ഒരുപാട് ചടങ്ങുകളുണ്ട്. പക്ഷെ അതൊക്കെ ഈ അവസരത്തിൽ നമുക്ക് പറയുന്നതിനകത്തിൽ പ്രസക്തിയില്ല. അതെ. ഇപ്പോൾ അങ്ങ് പ്രതിഷ്ഠയുടെ കാര്യം പറഞ്ഞു. പ്രതിഷ്ഠ കഴിഞ്ഞ് വ്യവസ്ഥ ഉണ്ടാക്കുന്ന സ്ഥലത്താണ് നമ്മൾ എത്തി നിൽക്കുന്നത്. അതായത് എല്ലാവരുമായിട്ട് ചേർന്ന് ഒരു വ്യവസ്ഥ പാലിക്കപ്പെടണം. വ്യവസ്ഥ പാലിക്കപ്പെടണം. ഇപ്പോൾ ഈ വ്യവസ്ഥ ആരംഭിക്കുന്നത് ഏത് തൊട്ടാണ്? പ്രതിഷ്ഠ കഴിഞ്ഞാൽ ആ ദിനത്തിൽ തന്നെ മുഖ്യമായിട്ടുള്ള പ്രതിഷ്ഠാ ചടങ്ങുകളുടെ കർമ്മങ്ങളെല്ലാം പൂർത്തീകരിച്ച് ചില സ്ഥലങ്ങളിൽ 4-ാം കലശമൊക്കെ ഉണ്ടാവും. അതെല്ലാം പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ അവിടെ വെച്ചാണ് വ്യവസ്ഥ നിശ്ചയിക്കുക എന്നൊരു ചടങ്ങുണ്ട്. തീർച്ചയായിട്ടും അതെ, ക്ഷേത്രേശന്മാരും പിന്നെ തന്ത്രി ഉൾപ്പെടെ നിന്ന് ആ വ്യവസ്ഥ തീരുമാനിച്ചാൽ ആ വ്യവസ്ഥ അപ്പോൾ മുതൽ തന്നെ പാലിച്ചു തുടങ്ങണം. ആ വ്യവസ്ഥയിൽ ഇന്നത്തെ കാലത്ത് ഓർമ്മയ്ക്ക് വേണ്ടി കുറിച്ചു വെക്കാറുണ്ട്. പഴയ കാലത്ത് കുറിച്ചു വെക്കും എന്നില്ല, എങ്കിലും ചില ഭാരവാഹികൾ കുറിച്ചു വെക്കാറില്ല. ഇന്നിപ്പോൾ ഭാരവാഹികൾ മാറി വരും. ആ കുറിച്ചു വെക്കുന്നുണ്ട്. അതിനകത്തിൽ വേണ്ടത് നിത്യവിധാനങ്ങൾ, അത് നിത്യവും നമ്മൾ പരിപാലിക്കപ്പെടേണ്ടതായ പൂജാവിധാനങ്ങൾ, അവിടെ പരിപാലിക്കുന്നതായ നിയമങ്ങൾ. അത് കഴിഞ്ഞാൽ വാരം, ഓരോ വാരത്തിലും പ്രത്യേകിച്ച് ചില സ്ഥലങ്ങളിൽ സോമവാരത്തിന് പ്രാധാന്യം ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ മാസികമായിട്ട്, അതായത് എല്ലാ മാസത്തിലും നമ്മൾ ചില വിശേഷ ദിവസങ്ങൾ, ചില ആയില്യം അല്ലെങ്കിൽ പൗർണമി, അങ്ങനെ പരിപാലിക്കപ്പെടേണ്ട വിഷയങ്ങളുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ആട്ടവിശേഷങ്ങൾ എന്നാണ് പറയുക. ഒരു വർഷത്തിലൊരിക്കൽ നമ്മൾ പരിപാലിക്കപ്പെടേണ്ടതായ വിശേഷമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അതിൽ ആ വ്യവസ്ഥയിലുണ്ടാവും. ആ വ്യവസ്ഥ പൂർണ്ണമായി നമ്മൾ പരിപാലിച്ചു. പിന്നെ ഉത്സവാദികൾ ആട്ടവിശേഷമാണല്ലോ. ഈ ആട്ടവിശേഷത്തിൽ വരുന്ന, ഒരു വർഷത്തിലൊരിക്കൽ വരുന്നതെല്ലാം ആട്ടവിശേഷം എന്നാണ് പറയുക. അങ്ങനെയെല്ലാം പരിപാലിച്ച് അത് ആ നിയമങ്ങൾ പരിപൂർണമായി പാലിച്ചുകൊണ്ട് വരുന്നതാണ് ഒരു ക്ഷേത്രം പരിപൂർണ്ണ ചൈതന്യത്തിൽ നിലനിൽക്കുന്നതിനുള്ള പ്രധാന ഘടകം.
അതോടൊപ്പം തന്നെ നിത്യവും നമ്മൾ അവിടെ ചെയ്യേണ്ടതായ പൂജാകർമ്മങ്ങൾക്ക് ഒരു ലോപവുമില്ലാതെ ഭംഗിയായി നടത്തിപ്പോരുന്നതും ക്ഷേത്ര ചൈതന്യ വർധനയ്ക്ക് ഉതകുന്നതാണ്. അതിൽ നിന്ന് ലോപം കാണിച്ചാൽ ആ ദേവൻ്റെ ചൈതന്യത്തിന് ക്ഷയം അല്ലെങ്കിൽ ക്ഷതം സംഭവിക്കും. അതുകൊണ്ട് പിന്നെ നമ്മൾ വെറുതെ ആരാധിക്കുന്നു എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് നേട്ടങ്ങളോ ഗുണങ്ങളോ ഒന്നും ഉണ്ടാകണം എന്നില്ല. ഇതിനെല്ലാം പ്രധാന ഘടകം ഏതൊരു കാര്യത്തിനും ചിട്ടയായിട്ടും അനുഷ്ഠാനത്തോടെയും ഭക്തിയോടെയും വിശ്വാസത്തോടെയും പരിപാലിക്കണം എന്ന് പറയുന്ന ഒരു മനസ്സുണ്ടെങ്കിൽ അതെല്ലാം പരിപാലിക്കും. അതിലൊരുപക്ഷെ സാമ്പത്തികമായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുകളോ സാമ്പത്തികമായി നമ്മൾ ഏതെങ്കിലും രീതിയിൽ അതിന് ഒരു കുറച്ച് ലാഭിക്കാം എന്നുള്ള ലാഭേച്ഛയോടുകൂടിയൊക്കെ തീരുമാനിച്ചാൽ ഒരുപക്ഷെ പരിപാലിച്ചു പോരാൻ ബുദ്ധിമുട്ടാണ്. സാമ്പത്തികം അതേപോലെയൊക്കെ സമയക്രമങ്ങൾ നമുക്കെല്ലാം ഒരു മണിക്കൂർ കൊണ്ട് തീരണം. അത് ഏത് പൂജയാണെങ്കിലും എന്താണെങ്കിലും അവർ നിശ്ചിത സമയം കൊണ്ട് തീരണം എന്ന് പറഞ്ഞാൽ സമയത്തിനാണ് പ്രാധാന്യം, പക്ഷേ പ്രവൃത്തിക്കല്ല പ്രാധാന്യം. അങ്ങനെ വരുമ്പോൾ അത് വേണ്ടതുപോലെ പരിപാലിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. വേണ്ടതുപോലെല്ലാം പരിപാലിക്കാം എന്ന് തീരുമാനിച്ചാൽ തീർച്ചയായും ഭംഗിയായി നടക്കുകയും അതിൻ്റേതായ പരിപൂർണത അതിന് ലഭ്യമാവുകയും ചെയ്യും. ഇവിടെ അങ്ങനത്തെ പൂജാക്രമം പറഞ്ഞതുകൊണ്ട് ഒരു സംശയ നിവൃത്തിക്കായി ചോദിക്കുന്നതാണ്. ചില അമ്പലങ്ങളിൽ 3 പൂജ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ചില അമ്പലങ്ങളിൽ അത് 5 പൂജ, 5 നേരത്തെ പൂജ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നിത്യവും ശിവലിയുള്ള അമ്പലം, അതുപോലെ ശൈവം മാത്രം തൂകുന്ന ചില അമ്പലങ്ങൾ, ഇതിൻ്റെയൊക്കെ ഒരു ചെറിയ രൂപമുണ്ട്. അതായത് മിക്കവാറും ഒരു പ്രതിഷ്ഠ കഴിഞ്ഞാൽ മിക്കവാറും ക്ഷേത്രങ്ങളിൽ ഒരു ദിവസം പൂജ വേണമെന്നുള്ള നിർബന്ധമാണ്. അത് ചില ക്ഷേത്രങ്ങളിൽ അത് 3 പൂജയായിട്ട് നിജപ്പെടുത്തിയിട്ടുണ്ട്. ഉഷപൂജ, ഉച്ചപൂജ, താഴെപ്പൂജ. സന്ധ്യദീപാരാധന എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു പൂജയല്ല, അത് സന്ധ്യയ്ക്കുള്ള ഒരു ദീപം കൊണ്ടുള്ള ആരാധന മാത്രമാണ്. ഈ 3 പൂജകൾക്ക് പുറമെ ചില ക്ഷേത്രങ്ങളിൽ ശ്രീബലി കൂടെ നടത്താറുണ്ട്. 3 പൂജയും ശ്രീബലിയും. അത് ദേവസ്വം ബോർഡിൻ്റെ ആണെങ്കിലും അല്ലാതെ പ്രൈവറ്റായിട്ടുള്ള അമ്പലങ്ങളാണെങ്കിലും സ്വകാര്യമായിട്ടുള്ള അമ്പലങ്ങളാണെങ്കിലും ഇത് പരിപാലിച്ചു പോരാറുണ്ട്. ചില ക്ഷേത്രങ്ങൾ അതിൽ നിന്നും വ്യത്യസ്തമായി 5 പൂജയും, ചില സ്ഥലങ്ങളിൽ 5 പൂജയും ശിവേലിയും നടത്താറുണ്ട്. 5 പൂജ വരുമ്പോൾ എതിർത്ത പൂജ, ഉഷപൂജ, പന്തീരടി പൂജ, ഉച്ചപൂജ, അത്താഴപൂജ. പിന്നെ ചില സ്ഥലങ്ങളിൽ അതിനോടൊപ്പം തന്നെ ഉഷശ്രീബലി, ഉച്ചശ്രീബലി, അത്താഴ ശ്രീബലി നടത്തി വരാറുണ്ട്. ചില സ്ഥലങ്ങളിൽ ഇതിനും അപ്പുറത്തായി നിത്യനവകം എന്നുള്ള ഉച്ചപൂജയോടുകൂടി നവകം നടത്തുന്ന ചില ക്ഷേത്രങ്ങളുണ്ട്. ഇങ്ങനെ ക്ഷേത്രങ്ങളുടെ ആചാരങ്ങൾ അവിടുത്തെ സാഹചര്യങ്ങൾക്കനുസൃതമായി സാമ്പത്തികവും സാഹചര്യങ്ങൾക്കകത്ത് സാമ്പത്തികം വരുമല്ലോ, സാമ്പത്തികങ്ങൾക്കനുസൃതമായി മാറ്റി തീരുമാനിച്ചിട്ടുണ്ടാവും. അത് പരിപാലിച്ചു പോരുക. അങ്ങനെ 5 പൂജയും 3 ശിവേലിയും ഒക്കെയുള്ള ക്ഷേത്രങ്ങളെ സാധാരണഗതിയിൽ മഹാക്ഷേത്രം എന്ന് നമ്മൾ കൽപ്പിക്കാറുണ്ട്. ഇപ്പോൾ ഈ മഹാക്ഷേത്രം എന്ന് പറഞ്ഞുകൊണ്ട് തിരുവനന്തപുരത്ത് നമുക്ക് അറിയപ്പെടുന്ന മഹാക്ഷേത്രങ്ങൾ ഏതൊക്കെയാണ് തിരുവേണി? ഒന്ന് ശ്രീകണ്ഠേശ്വരം ഉണ്ടാവണം. പത്മനാഭസ്വാമി ക്ഷേത്രമുണ്ട്. ആറ്റുകാലം 5 പൂജയുണ്ടെന്ന് തോന്നുന്നു. ഉദയന്നൂർ ദേവീക്ഷേത്രമുണ്ട്. പിന്നെ ഇപ്പം ചില ക്ഷേത്രങ്ങളിൽ കൂടെ 5 പൂജയും ശിവേലിയും പുതുതായിട്ട് തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയൊക്കെയുള്ള ക്ഷേത്രങ്ങളൊക്കെ മഹാക്ഷേത്രം. ഇപ്പം നമ്മൾ ഇപ്പോൾ ക്ഷേത്രങ്ങളുടെ ആചാരങ്ങളും അല്ലെങ്കിൽ പൂജാക്രമവും പറഞ്ഞു. ഇനി നമ്മൾ വ്യവസ്ഥ നേരത്തെ പറഞ്ഞു, വ്യവസ്ഥ ഉണ്ട്. ഈ വ്യവസ്ഥ നമ്മളിപ്പോൾ പാലിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തോന്നുകയാണ്, അല്ലെങ്കിൽ ഈ അമ്പലക്കാർക്ക് അല്ലെങ്കിൽ ക്ഷേത്രേശന്മാർക്ക് തോന്നുകയാണ്, അയ്യോ നമുക്ക് ഇത്രയും കൊടുക്കാനുള്ള ഒരു നിവൃത്തിയില്ല. ഇപ്പോൾ അങ്ങേപ്പോലുള്ള ആചാര്യന്മാർ ഇപ്പോൾ നാഴിയരിയുടെ പായസം, ഇപ്പോൾ നാഴിയരിയുടെ പായസം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ വഴിപാടായിട്ട് കുറേ ആൾക്കാർ ചേർന്ന് വഴിപാട് കൊടുക്കാം. അപ്പോൾ പല അമ്പലക്കാരും ഈ നാഴി അങ്ങ് മാറ്റിയിട്ട് ഈ വരുന്നത് മാത്രം ചെയ്ത് കാണാറ് ഉണ്ട്. അത് ശരിയാണോ? അല്ല. കാര്യം നിത്യനിദാനങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള വ്യവസ്ഥ നമ്മളിപ്പോൾ എത്ര തീരുമാനിച്ചിട്ടുണ്ടോ അത് പാലിക്കപ്പെടണം. കൂടുതലായി വരുന്നത് ഭക്തൻ്റെ നേർച്ചകളാണ്, ഭക്തൻ്റെ സമർപ്പണങ്ങളാണ്. അത് അവരുടെ സ്വകാര്യതയ്ക്കനുസൃതമായിട്ട് അവർ പന്തിരുനാഴിയെന്നോ അല്ലെങ്കിൽ അതേ രീതിയിലുള്ള പായസങ്ങൾ, വഴിപാടുകൾ, നിവേദ്യങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, അഭിഷേകങ്ങളൊക്കെ നടത്തും. പക്ഷെ ഇതൊന്നും വ്യവസ്ഥിതിയിലുള്ളതല്ല. അതൊക്കെ അവൻ്റെ സാധ്യത്തിന് വേണ്ടിയിട്ട്. അല്ല, അതാണ് നമ്മുടെ ഈ പൊതുജനത്തിന് അറിവില്ല എന്നുകൊണ്ടാണ്. അത് പലരും ധരിച്ചിരിക്കുന്നത് നാഴിയരിയുടെ പായസം അല്ലെങ്കിൽ നാഴിയരിയുടെ നിവേദ്യം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഭാവന കൊടുക്കും. അതെ. അത് നാഴിയരി ആ പ്രതിഷ്ഠിക്കപ്പെടുമ്പോൾ എടുത്ത തീരുമാനമാണ്. അതിൽ നിന്ന് വ്യതിചലനമില്ല. അത് എത്ര കിൻഡൽ കണക്കിന് അരിക്ക് എന്ത് പായസം വെച്ചാലും ഈ നാഴിയരി കുറച്ചിട്ട് കാര്യമില്ല. അപ്പോൾ നിവേദ്യ ലോപം തന്നെ അവിടെ പറയേണ്ടതായി വരും. അത് ജ്യോതിഷത്തിലെ നിവേദ്യ ലോപം എന്ന് പലപ്പോഴും കാണും. തീർച്ചയായിട്ടും കാണാം. അതേപോലെ തന്നെ ജ്യോതിഷത്തിൽ തന്നെ പലപ്പോഴും
ഈ അശുദ്ധി എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ അല്ലെങ്കിൽ അറിയപ്പെടാത്തുള്ള ഒരുപാട് അശുദ്ധികൾ ഇതിനിടയ്ക്ക് സംഭവിക്കപ്പെടും. ഈ ഉത്സവ സമയത്ത് പലരും ശുദ്ധി ആദ്യമേ ചെയ്യാറുണ്ട്. ഇപ്പോൾ ശബരിമല തന്നെ വിളക്കിന് മുമ്പ് അങ്ങ് അവിടെ ഇരുന്ന ആളാണ്, അപ്പോൾ ശുദ്ധി ചെയ്യാറുണ്ട്. എന്താണ് ഈ ശുദ്ധിക്രിയകൾ? ശുദ്ധിക്രിയകൾ ഉത്സവ സമയത്ത്, ഉത്സവം തന്നെ അറിയാമല്ലോ, ഉത്സവത്തെക്കുറിച്ച് ഈ ധ്വജാതി, അങ്കുരാതി, പടഹാതി 3 രീതിയിലാണ്. അപ്പോൾ ഉത്സവത്തിൻ്റെ ആ മഹത്വം അനുസരിച്ചിട്ടാണ് ക്ഷേത്രങ്ങളിലെ ശുദ്ധിക്രിയകൾ സമാരംഭിക്കുക. പക്ഷേ സാധാരണ പടഹാതി ഉത്സവമൊക്കെ ഉണ്ട്, ചില ചെറിയ ക്ഷേത്രങ്ങളാണ് ശുദ്ധിയൊന്നും പതിവില്ല. എങ്കിലും ശുദ്ധി ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. ശുദ്ധി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആദ്യം പ്രാസാദ ശുദ്ധിയാണ്. പ്രാസാദത്തിങ്കൽ ഏതെങ്കിലും തരത്തിൽ മാന്ത്രികമായിട്ടോ താന്ത്രികമായിട്ടോ ഏതെങ്കിലും രീതിയിൽ സംഭവിക്കപ്പെട്ട എന്തെങ്കിലും അശുദ്ധി ഉണ്ടെങ്കിൽ, എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉള്ളൊരു പ്രായശ്ചിത്തം, അതെ, പ്രായശ്ചിത്തം എന്നുള്ള രീതിയിൽ താന്ത്രികവിധി അനുസരിച്ച് ചെയ്യാവുന്ന ക്രിയയ്ക്കാണ് പ്രാസാദ ശുദ്ധി. അത് പറഞ്ഞതുകൊണ്ട് നമ്മൾ നേരത്തെ ഒരിക്കൽ ഒരു വിമർശനാത്മകമായ ഇതോടുകൂടി ചിന്തിക്കുകയാണ്, പ്രാസാദ ശുദ്ധി കഴിച്ചതുകൊണ്ട് ശുദ്ധിയാവും. ഇല്ല, കാരണം ആത്മീയമായൊരു ശുദ്ധി മാത്രമേ അതാകുന്നുള്ളൂ. അവിടെ ഒരുപക്ഷെ മറ്റെന്തെങ്കിലും രീതിയിൽ എന്തെങ്കിലും കേടുപാടുകളോ മറ്റുള്ളതൊക്കെ ഉണ്ടെങ്കിൽ അത് പരിശുദ്ധിപ്പെടുത്തേണ്ട കാര്യം അത് ഫിസിക്കലി പ്രായോഗികമായി നമ്മൾ ചെയ്യേണ്ടതാണ്. അല്ല, അതിന് വേറെ ഒന്നും വേണ്ടല്ലോ, വേണ്ട. പക്ഷേ എങ്കിലും വേണം. അതിനോടൊപ്പം തന്നെ ഈ ശുദ്ധിയുടെ ചെയ്തോൾ മാത്രമേ അതും പൂർണ്ണമാകത്തുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ബിംബശുദ്ധിയാണ്. ബിംബത്തെങ്കിലും ഏതെങ്കിലും രീതിയിൽ അനവധി അശുദ്ധികൾ നമുക്കുണ്ടാവാം. കാരണം അന്യമന്ത്രങ്ങൾ ചിലപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ടാവാം. എങ്കിലും പല രീതിയിലും സംഭവിക്കപ്പെട്ട ഒരു അന്യമന്ത്ര ഇതിന് പൂർണ്ണമായ പരിഹാരമാവില്ല. എങ്കിലും അതുൾപ്പെടെ പുഷ്പങ്ങളിൽ നിന്ന് അശുദ്ധി ഉണ്ടാവാം, എടുത്ത ജലത്തിലെ അശുദ്ധി, പല രീതിയിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെ അനവധി ശുദ്ധികൾ നടന്നിട്ടുണ്ടാവും. പിന്നെ അശുദ്ധി എങ്ങനെ സംഭവിച്ചു എന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ ആ അശുദ്ധിയുടെ ഗുരുലഹത്വം അനുസരിച്ചിട്ടാണ് അതിൻ്റെ ബിംബശുദ്ധി തീരുമാനിക്കുക. സാധാരണഗതിയിൽ നമ്മൾ അല്ലെങ്കിൽ നമുക്ക് വ്യക്തമല്ലാത്ത അശുദ്ധി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിന് പരിഹാരമായിട്ട് ഈ പ്രാസാദശുദ്ധി കഴിഞ്ഞാൽ പിന്നെ ബിംബശുദ്ധി നടത്തും. ഇത് രണ്ടും കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഇങ്ങനെയുള്ള വിശേഷ പൂജകൾ നടത്താറുള്ളൂ. അതാണ് പിന്നെ ധ്വജാരോഹണം, കൊടിയേറ്റ്, മറ്റുള്ള കാര്യങ്ങളൊക്കെ അതിന് ശേഷമാണ് നടത്താറ്. ശബരിമലയെ സംബന്ധിച്ചിട്ട് അവിടെ ഉത്സവത്തിന് കൊണ്ട് പ്രാസാദ ശുദ്ധിക്രിയകൾ, അതേപോലെ മകരവിളക്കിനും മണ്ഡലപൂജയ്ക്കും വിശേഷമായി നടക്കുന്ന പൂജയ്ക്ക് മുമ്പെല്ലാം തന്നെ അവിടെ പ്രാസാദ ശുദ്ധിക്രിയകളും ബിംബശുദ്ധിക്രിയകളും നടക്കുന്നുണ്ട്. ബിംബശുദ്ധിക്രിയകൾക്ക് ചെറിയ രീതിയിലുള്ള ബിംബശുദ്ധിക്രിയ നടത്തുമ്പോൾ അതിന് ചതിശുദ്ധി, ധാര, പഞ്ചകം, പഞ്ചഗവ്യം ഇത്യാദി ശുദ്ധിക്രിയകളെല്ലാം അത് നടത്താറുണ്ട്. 25 കലശത്തോടുകൂടി പൂർത്തീകരിക്കുന്ന രീതിയുമുണ്ട്. പക്ഷേ ഇതെല്ലാം ചെയ്തിട്ട് വിശേഷമായിട്ടുള്ള പൂജാകർമ്മങ്ങൾ നടത്തത്തുള്ളൂ. ശബരിമലയെ സംബന്ധിച്ചിട്ട് ഇത് ഈ പ്രധാനമായും 3 ദിനങ്ങളിലാണ്. ഒന്ന് മകരവിളക്ക് പൂജയ്ക്ക് മുമ്പായി, അല്ലെങ്കിൽ മണ്ഡലപൂജയ്ക്ക് മുമ്പായി, അതോടൊപ്പം തന്നെ പൈങ്കുനി ഉത്തരത്തിന് ആറാട്ടോടി സമാപിക്കുന്ന തൃക്കൊടിയേറ്റുള്ള ഉത്സവമുണ്ട്. അതിനു മുമ്പായി ഇത് 3 നടത്തപ്പെടുന്നു. അതാണ് അവിടുത്തെ ഒരു പ്രത്യേകത. ഇപ്പോൾ ഈ ഉത്സവം കഴിഞ്ഞ് ആറാട്ട് കലശം മിക്കവാറും ഉള്ള സ്ഥലങ്ങളിൽ നടക്കാറുണ്ട്. എന്താണ് ഈ ആറാട്ട് കലശത്തിന്? ആറാട്ട് കലശം ഈ ആറാട്ട് ഉൾപ്പെടെ നടത്തപ്പെട്ട അതിനോട് ആ അടിയന്തരത്തിനോടനുബന്ധിച്ചിട്ട് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ന്യൂനതകളുണ്ടെങ്കിൽ അതിന് ഒരു പരിഹാരാർത്ഥമായിട്ട് ആറാട്ട് കഴിഞ്ഞാൽ അടുത്ത കൊടിയേറ്റിന് മുമ്പായിട്ട് ഒരു ദിനത്തിൽ ആറാട്ട് കലശം നടത്തി പൂർത്തീകരിക്കുന്നൊരു ചടങ്ങുണ്ട്. അത് സാധാരണഗതിയിൽ ആറാട്ട് കഴിഞ്ഞാൽ അന്ന് തന്നെ അല്ലെങ്കിൽ പിറ്റേന്ന് അങ്ങ് നടത്താറുണ്ട്. പിന്നെ ചില സ്ഥലങ്ങളിൽ അത് കുറച്ചുകൂടെ ആറാട്ടിന് മുമ്പായിട്ട്, അടുത്ത കൊടിയേറ്റിന് മുമ്പാണ്, അതുവരെ വേണമെങ്കിൽ നടത്താം. പക്ഷേ അതിന് മുമ്പായി ഈ ന്യൂനത പരിഹരിക്കുക എന്നുള്ളത് കൊണ്ടാണ് ആ വ്യവസ്ഥിതി വെച്ചിട്ടുള്ളത്. ഇപ്പോൾ പല അമ്പലങ്ങളിലും ഇപ്പം അങ്ങ് പറഞ്ഞതുപോലെ ശുദ്ധി നടത്തുന്നതിന് മുമ്പായി ഈ ദർഭ കൊണ്ടുള്ള ഒരു കവചം കെട്ടുന്നത്, അത് നൂലും ദർഭയും. അതെ, അത് ശുദ്ധിക്ക് മുമ്പായിട്ടല്ല, ശുദ്ധിയുടെ ഭാഗമാണ്. അത് ശരി. ത്രിസൂത്ര എന്ന് പറയും. അതായത് ത്രിസൂത്ര ഇതുകൊണ്ടാണ്, അതായത് 3 നൂലും അതേപോലെ ദർഭ കയറും. ഇതുകൊണ്ട് ഇതിൻ്റെ ഒരു ഭാഗമാണ്. അതായത് ഈ പ്രാസാദ ശുദ്ധിയുടെ ഒരു ഭാഗമാണ്. അതുപോലെ മുഷ്ടി, മാഷം എന്നൊക്കെ പറയും. അപ്പോൾ ഇങ്ങനെയുള്ളതായ ഏകദേശം 7-8 ദ്രവ്യങ്ങൾ കൊണ്ടാണ് ഈ ശുദ്ധി നടത്തുക. അതിന് ഓരോ ദ്രവ്യങ്ങൾക്കും പ്രത്യേകമായി ഓരോ മന്ത്രം വിധിച്ചിട്ടുണ്ട്. ആ വിധി അനുസരിച്ചിട്ട് ആദ്യം ഗണപതി പൂജ കഴിഞ്ഞാൽ ഗണപതിയുടെ അനുവാദം നിർവിഘ്നതയോട് നടക്കണം എന്ന് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ഈ ശുദ്ധി നടത്തും. അതിൻ്റെ ഒരു ഘടകമാണ് ഈ പറഞ്ഞ ദർഭക്കയറും മുന്നൂലും കെട്ടുക. ഇനി അങ്ങ് സൂചിപ്പിച്ച 3 ടൈപ്പ് ഉത്സവങ്ങൾ, ധ്വജാതി, അങ്കൂരാതി, പടഹാതി, ഇത് 3 തമ്മിലുള്ള വ്യത്യാസം? ധ്വജാതി എന്ന് ഉദ്ദേശിക്കുന്നത് തൃക്കൊടിയേറ്റോടുകൂടി ആരംഭിക്കുന്നു. ധ്വജാരോഹണം ആദ്യം നടത്തി അതിന് ധ്വജാതി, ധ്വജത്തിന് പൂജയുണ്ട് അല്ലേ? അതെ.
അത് കഴിഞ്ഞാൽ അങ്കുരാതി എന്ന് പറഞ്ഞാൽ ചില ക്ഷേത്രങ്ങളിൽ മുളയിട്ട് സമാരംഭിക്കും. അതായത് ഓരോ ദേവന്മാർക്ക് വിധിക്കപ്പെട്ടിട്ടുള്ള ദ്രവ്യങ്ങൾ, ധാന്യങ്ങളുടെ അത് വെച്ച് മുളപൂജ സമാരംഭിക്കും. മുളപ്പിച്ച് അത് മുളപ്പിക്കാൻ വേണ്ടി ഇട്ട് വിളപ്പിച്ച് അതെ, ആ മുളപൂജ അതാണ് അങ്കുരാരോപണം തന്നെ പറയാം. അങ്ങനെ അങ്കുരാതി. പിന്നെ പടഹാദിക്ക് ധ്വജമോ അങ്കുരമോ ഒന്നും വിഷയമല്ല. അവിടെ തീർച്ചയായിട്ടും വാദ്യാർത്ഥം പോലെ തന്നെ അലങ്കാരം അല്ലെങ്കിൽ അതിനുള്ള ആഘോഷമായിട്ട് നടത്തപ്പെടുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ പടഹാദി ഉത്സവമാണ് തൃശ്ശൂർ പൂരമൊക്കെ. അപ്പോൾ എന്നതുപോലെ അവിടെ പടഹാദികളും ആഘോഷങ്ങളും വിശേഷ പൂജകൾ അകത്ത് നടക്കുമെങ്കിലും അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് പുറത്തുള്ള ആഘോഷങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കും. അല്ല, ദേവനോടനുബന്ധിച്ചുള്ള അതാണ് പടഹാദി ഉത്സവം. ഈ 3 രീതിയിലുള്ള ഉത്സവങ്ങൾ നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ധാരാളം നടന്നു വരാറുണ്ട്. ശബരിമലയെ സംബന്ധിച്ചിട്ട് അവിടെ ധ്വജാദിക്കാണ് പ്രാധാന്യം. ധ്വജാദി ഉത്സവമാണ് ശബരിമല നടക്കുന്നത്. മീനമാസത്തിലെ ഉത്രത്തിന് സമാപിക്കുക. അങ്ങനെ വരുമ്പോൾ കണ്ടുവരാറുള്ളത് മീനമാസത്തിലെ ഉത്രം നക്ഷത്രത്തിന് ആറാട്ട് എന്ന് പറഞ്ഞാൽ ഉത്രം പുറന്നാൾ പക്ഷമായി എടുക്കുക എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ ഉത്തര നക്ഷത്രത്തിന് ആറാട്ട് നടത്തുന്ന സമയത്ത് ഉത്തര നക്ഷത്രം വേണം എന്നൊന്നുമില്ല. ഉദയാൽപരം 6.25 നാഴികയ്ക്കപ്പുറത്ത് ജ്യോതിഷമാണ്. ജ്യോതിഷശാസ്ത്രത്തിൽ ഞാൻ കൈകടത്തുകയല്ല, എങ്കിലും എൻ്റെ അറിവ് ഞാൻ അങ്ങോട്ട് പങ്കുവച്ചു. ജ്യോതിഷത്തിൻ്റെ ഒരു ഫണ്ടമെന്റൽ തീർച്ചയായും ഒരു താന്ത്രിക എങ്കിലും അതെ 6.25 നാഴിക ഉണ്ടെങ്കിൽ ഉദയാൽപരം 6.25 നാഴിക വന്നാൽ അന്നത്തെ നക്ഷത്രം കൊള്ളിക്കാമെന്നുള്ളത് കൊണ്ട് ആ പുറന്നാൾ പക്ഷമായി എടുത്തുകൊണ്ട് ഉത്തര നക്ഷത്രത്തിന് ആറാട്ട്. ഇപ്പം അങ്ങ് പുറന്നാൾ പറഞ്ഞതുകൊണ്ട് മറ്റൊരു സംശയം കൂടി. ഇപ്പം ഒരു മലയാള മാസത്തിൽ 2 നക്ഷത്രം വരും. ആദ്യം ഒരു നക്ഷത്രം വരാം, തിരിച്ചത് അവസാനം വരാം. 27 നക്ഷത്രങ്ങളെ ഉള്ളതുകൊണ്ട് 30 ദിവസത്തിൽ 2 എണ്ണം വരാം ആദ്യം വന്നാൽ. അങ്ങനെയാണെങ്കിൽ ഏതെടുക്കും? അതൊരു ഉത്തരം എല്ലാവരും പറയും അവസാനത്തെ എടുക്കാമെന്ന്. പക്ഷേ അവസാനത്തെ എടുക്കാം എന്നുള്ളൊരു സത്യത്തോടൊപ്പം മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ 29-ാം തീയതി 30-ാം തീയതി സംക്രമം നടന്നിട്ടില്ലെങ്കിൽ മാത്രം. സംക്രമം നടക്കുകയാണെങ്കിൽ രണ്ടാമത്തെ എടുക്കാൻ പറ്റില്ല. സംക്രമം നടക്കത്തില്ല എങ്കിൽ 2 നക്ഷത്രം വന്നാൽ രണ്ടാമത്തേതാണ് എടുക്കേണ്ടത്. അല്ല, അങ്ങിപ്പോൾ സംക്രമം പറഞ്ഞത് വളരെ എന്തായാലും നന്നായി. പ്രത്യേകിച്ച് സംക്രമം എന്ന് പറഞ്ഞാൽ അടുത്ത മാസത്തിലേക്ക് സൂര്യൻ പോയി എന്നുള്ള അത് ശ്രദ്ധിക്കപ്പെടാറില്ല. പലപ്പോഴും കലണ്ടറിലോ പഞ്ചാംഗത്തിലോ നോക്കി രണ്ടാമത്തേത് തന്നെ എടുക്കും. പക്ഷേ രണ്ടാമത്തേതല്ല. ഇങ്ങനെ ഒരു ചെറിയൊരു പല നമ്മൾ അശ്രദ്ധ കൊണ്ട് പറ്റുന്നതോ അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ട് പറ്റുന്നതാണ്. അതെങ്കിലും സാധാരണക്കാരന് അറിയില്ല. പിന്നെ പഞ്ചാംഗത്തിൽ വളരെ വിശദമായി എഴുതിയിട്ടുണ്ട്, പിറന്നാൾ എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷേ ചിലർ നക്ഷത്രം നോക്കിയാണ് ശ്രാദ്ധം നടത്തുക. അങ്ങനെ വരുമ്പോൾ ആദ്യത്തെയാണ് ശ്രാദ്ധത്തിന് എടുക്കുക. അത് ശരിക്കും തീർച്ചയായിട്ടും ജ്യോതിഷവിധി പ്രകാരവും അങ്ങനെ. പക്ഷേ അതിനകത്തിൽ പലപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, ഈ പഞ്ചാംഗം വായിക്കുന്നതിനുള്ള അറിവില്ലായ്മയാകാം, അല്ലെങ്കിൽ കലണ്ടറിൽ നോക്കി തീരുമാനിക്കുന്നതാവാം. പലപ്പോഴും രണ്ടാമത്തെ തീരുമാനം കൽപ്പിക്കപ്പെടുകയും അല്ല എന്ന് നമുക്ക് പറയേണ്ടതായി വരികയും ചെയ്യും. അതാണ് രണ്ടാമത് നമ്മൾ എടുക്കുന്നത്. 29-ാം തീയതി അല്ലെങ്കിൽ 30-ാം തീയതി നക്ഷത്രം രണ്ടാമത് വരുന്നുണ്ട്. പക്ഷേ 30-ാം തീയതി നക്ഷത്രം വരുമ്പോൾ 29-ാം തീയതി രാത്രിയിൽ സംക്രമം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 30-ാം തീയതി ആ നക്ഷത്രം എടുക്കാൻ പറ്റില്ല. ഇനി അങ്ങ് സൂചിപ്പിച്ച അങ്കുരാദിയിലേക്ക് വരികയാണ്. അങ്കുരാദി ഉത്സവത്തിന് ഈ പല ക്ഷേത്രങ്ങളിലും നമ്മൾ കണ്ടു മുളയറ. അല്ലേ, ഈ മുളയറയ്ക്കല്ലേ മുളയറ എന്നൊരു നാലമ്പലത്തോടു കൂടിയുള്ള ക്ഷേത്രങ്ങൾ മുളയറ ഉണ്ടാവും. അതിന് വടക്ക് കിഴക്കേ മൂലയ്ക്ക് ഈശാന കോണിലാണ് അതിന് വിധിച്ചിട്ടുള്ളത്. ആ സ്ഥാനത്ത് മുളയറ ഉണ്ടാവും. ഒരുപക്ഷെ മുളയറ പ്രത്യേകമായി നിർമ്മിച്ചിട്ടില്ലാത്തടത്ത് ആ ഉത്സവകാലത്ത് താൽക്കാലികമായി ഒരു മുളയറ നിർമ്മിക്കപ്പെടും. അവിടെ മുളയിടുന്നു. ഇതിന് ചില മുളപൂജ ഉണ്ട്. പല ഉത്സവങ്ങളുടെയും ഇതിൽ ചാർത്തൽ കണ്ടിട്ടുണ്ട്. അത് രാവിലെയും വൈകുന്നേരവും ഉണ്ട്. 3 നേരമുണ്ട്. 3 നേരമുണ്ട്. അതായത് 16 പാലികൾ. അതെ, 16 പാലികളിൽ അതെ 16 പാലിക. അതെ അല്ലല്ല, മുളപ്പാലിക. അതായത് മുളയിട്ട് ആ ദ്രവ്യം, അതായത് ആ ധാന്യം അതിലിട്ട് കഴിഞ്ഞാൽ അതിന് യാതൊരു ഭംഗവുമില്ലാതെ ഭംഗിയായി അത് മുളയ്ക്കുന്നതിനും കിളിക്കുന്നതിനും അതേപോലെ വേര് താഴോട്ട് പോകുന്നതിനും ഉതകുന്ന രീതിയിൽ പ്രത്യേക രീതിയിലാണ് മുളപ്പാലിയുടെ ഒരു നിർമ്മാണ രീതി. അതിനകത്തിലാണ് നിക്ഷേപിക്കുക. അല്ലാതെ ചട്ടിക്കകത്തൊക്കെ വെച്ചാൽ ചിലപ്പോൾ അത് പുഷ്ടിയോടുകൂടി കിട്ടണം എന്നില്ല. ഈ മുള പൂജ എന്ന് പറയുന്നത് തന്ത്രി ചെയ്യണം എന്നുണ്ടോ? അതോ തന്ത്രിയില്ല? അതിപ്പം താന്ത്രിക വിധി അനുസരിച്ചിട്ട് ഈ കർമ്മങ്ങളൊക്കെ തന്ത്രി തന്നെ ചെയ്യേണ്ടി വരുന്നത് ഒരുപക്ഷെ താന്ത്രിക വിധാനത്തിലെല്ലാം നമുക്ക് നിഷ്കർഷിക്കാം. അല്ല, ഇത് ചോദിക്കാൻ ഒരു പ്രത്യേക കാരണം കൂടിയുണ്ട്. ഇപ്പം ശബരിമലയിലെ മിക്ക കാര്യങ്ങളും ചെയ്യുന്നത് തന്ത്രിയാണ്. അപ്പോൾ അങ്ങ് ഉൾപ്പെടെയുള്ള മേൽശാന്തിമാരോടായിരുന്നു. ശരിക്കും മേൽശാന്തിമാർക്ക് കൂടി ഇത് വിധിച്ചു കൊടുക്കണ്ടേ? അല്ല, അത് തന്ത്രിമാരുടെ യുക്തിയാണ്. കാരണം
തന്ത്രി ചെയ്യേണ്ടതായ വിഷയങ്ങൾ എല്ലാം തന്ത്രി അല്ലെങ്കിൽ തന്ത്രി നിയോഗിക്കുന്ന ആൾ തന്ത്രി ചെയ്യേണ്ട കാര്യങ്ങൾ മേൽശാന്തിയെ ഏൽപ്പിക്കുക എന്നുള്ള പതിവില്ല. അത് അവിടെ നിന്നല്ല എങ്ങുമില്ല. മേൽശാന്തി എന്ന് പറഞ്ഞാൽ വേറെയാണ്. തന്ത്രിയെ സഹായിക്കാൻ വേണ്ടി വരുന്ന തന്ത്രിയുടെ സഹതന്ത്രിമാരോ പരികർമ്മിമാരോ അവരായിരിക്കും ഇങ്ങനെയുള്ളതായ പൂജകളൊക്കെ ചെയ്യുക. തന്ത്രിയിൽ നിന്ന് വരുന്ന തന്ത്രി പരിപാലിക്കപ്പെടേണ്ടതായ പൂജകളെല്ലാം തന്ത്രിയുടെ നിയോഗിക്കുന്ന ആൾക്കാരുമാണ് ചെയ്യുക. മേൽശാന്തി ചെയ്യപ്പെടേണ്ട കാര്യങ്ങൾ മാത്രമേ മേൽശാന്തി ചെയ്യാറുള്ളൂ. ഇനി പല ക്ഷേത്രങ്ങളിലും നമ്മൾ ഈ നോട്ടീസിൽ കണ്ടിട്ടുണ്ട് വേട്ട, അത് കഴിഞ്ഞ ആറാട്ട്. ഈ വേട്ട നടക്കുന്നത് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ്? പള്ളിവേട്ട എന്നാണ് പറയുക. പള്ളിവേട്ട, അതായത് ആറാട്ടിന് മുമ്പായിട്ട് പള്ളിവേട്ട. നമുക്കറിയാം ഈ ഈശ്വര വിശ്വാസങ്ങളെല്ലാം തന്നെ ധർമ്മ സംരക്ഷണത്തിനും അധർമ്മത്തെ നിഗ്രഹിക്കുന്നതിനും വേണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രതീകാത്മകമായിട്ട് ഈ ക്ഷുദ്രശക്തികളെ അല്ലെങ്കിൽ ഈ മൃഗീയ ശക്തികളെ ഈ സമൂഹത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യണം. അതിൻ്റെ പ്രതീകാത്മകമായിട്ട് ദേവൻ്റെ ഭൂതഗണങ്ങൾക്ക് പരിപൂർണമായി ബലി തൂകിക്കഴിഞ്ഞാൽ ആ ദേവൻ്റെ ഭൂതഗണങ്ങളോട് എല്ലാ അനുവാദങ്ങളും വാങ്ങി തന്ത്രിയും അല്ലെങ്കിൽ തന്ത്രി നിയോഗിക്കുന്ന ആ പ്രക്രിയ ചെയ്യുന്ന ആൾ ശ്രീഭൂതബലി തൂകുന്ന വേട്ടയ്ക്ക് പോകുക എന്ന് പറയും. അങ്ങനെ വേട്ടയ്ക്ക് പോയി ആ വേട്ടക്കളത്തിൽ ഒരുക്കി വെച്ചിട്ടുള്ള പ്രതീകാത്മകമായ ആ ഉപാധിയിൽ, സാധാരണ മിക്കവാറും നാളികേരം, ഇരിച്ചുകെട്ട നാളികേരമായിരിക്കും, ആ ഉപാധിയിൽ പ്രത്യേക മന്ത്രം കൊണ്ട് അവിടെ സങ്കല്പിച്ച ശേഷം വേട്ടയ്ക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടൊരു വേട്ടക്കുറിപ്പുണ്ടാവും. നമ്മുടെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പത്മനാഭസ്വാമിയുടെ വേട്ടക്കുറിപ്പ്, അതായത് ദേവൻ്റെ അംഗരക്ഷകൻ അല്ലെങ്കിൽ ദേവൻ്റെ അനുചരൻ എന്നുള്ള രീതിയിൽ തന്നെയാണ്. അപ്പോൾ അവിടുന്ന് അതിനുവേണ്ടി തീരുമാനിക്കപ്പെട്ട് നമ്മുടെ ഇവിടെ ശരിക്കും പത്മനാഭൻ്റെ ദാസനായിരിക്കുന്ന തിരുവിതാംകൂർ മഹാരാജ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളായിരിക്കും അദ്ദേഹം. അതേപോലെ എല്ലാ ക്ഷേത്രങ്ങളിലും വേട്ടക്കുറിപ്പായി നിൽക്കുന്ന ആൾ വന്ന് ഈ ക്ഷുദ്രശക്തികളെ നിർമൂലനം ചെയ്യുന്നു, നിഗ്രഹിക്കുന്നു എന്നുള്ള രൂപത്തിൽ ചിലർക്ക് വേട്ട വിളി എന്ന് പറയും. അങ്ങനെ പ്രത്യേകമായ വിളിയെല്ലാം നടത്തിയിട്ട് അമ്പെയ്ത് ആ ഉപാധിയെ നശിപ്പിച്ചെടുക്കുകയാണ്. അതെടുത്ത് ദേവൻ വേട്ട കഴിഞ്ഞ് തിരിച്ചു വന്ന് ശ്രീലകത്തല്ല പ്രവേശിക്കുന്നത്, പ്രത്യേകമായി ഒരുക്കിയ മണ്ഡപത്തിൽ അന്ന് രാത്രിയിൽ ശയിക്കുന്നു. ആ ശയിക്കുന്ന, അതായത് ആ ക്ഷീണം എല്ലാം തീർത്ത് സമൂഹത്തിന് എല്ലാ ദോഷങ്ങളും മാറട്ടെ എന്ന് കൽപ്പിക്കപ്പെട്ട ശേഷം തിരിച്ചു വന്ന് രാത്രിയുടെ ആ പ്രത്യേകമായി ഒരുക്കിയ പള്ളിക്കുറുപ്പിന് വേണ്ടി ഒരുക്കിയിട്ടുള്ള അതിൽ പള്ളി ഉറക്കമാണ്. ആ പള്ളി ഉറക്കുമ്പോൾ അതിൽ നിന്ന് മന്ദമാരുതനെ ഏറ്റുകിട്ടുവാൻ വേണ്ടി 16 കലകളോടുകൂടിയ 16 ദ്രവ്യങ്ങൾ, ആ 16 പാലികകൾ പൂജിച്ചു വച്ചിരിക്കുന്ന ആ മുളപ്പാലികൾ ഈ പള്ളിക്കുറുപ്പിന് ചുറ്റുമായി നമ്മൾ അലങ്കരിച്ചു വെക്കും. അതിൽ നിന്നുള്ള കാറ്റ് കൊണ്ടാണ്, അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ചൈതന്യം കൊണ്ടും കൂടിയാണ് ആ പള്ളിക്കുറുപ്പിന് അത്രത്തോളം പ്രാധാന്യം നൽകുന്നതും ചൈതന്യം എടുക്കുന്നതും. അത് കഴിഞ്ഞാൽ അന്ന് രാത്രിയിൽ, അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഇത്ര നാഴികയെങ്കിലും പള്ളിക്കുറുപ്പ് ശയനം നടക്കണമെന്നാണ്. അത് കഴിഞ്ഞാൽ പിറ്റേന്ന് രാവിലെയാണ് ഉണർന്ന് പള്ളി ഉണർത്തൽ കഴിഞ്ഞ് ബാക്കി ആറാട്ട് ഇത്യാദി കർമ്മങ്ങൾ തീരുമാനിച്ചു. സമയക്കുറവ് മൂലം നമുക്ക് കുറേ കാര്യങ്ങൾ കൂടി ഇതിന് ചർച്ച ചെയ്യാനുണ്ട്. അടുത്ത വരും എപ്പിസോഡുകളിലതാവാം. വളരെയധികം നന്ദി.